ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ കാലാവസ്ഥ കണ്ടില്ലേ? നല്ല മഴയും നല്ല തണുപ്പുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ഒരു പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിപെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് നേരം വൈകിട്ടായാലും ശരി, ഞങ്ങൾ തേർഡ് ഡേ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ഒരു കൊട്ടാരമാണ്. ഇതിൻ്റെ പേരാണ് തോപ്കാപ്പി പാലസ്. ഓട്ടോമൻ എംപയറിൻ്റെ ഹിസ്റ്ററിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാലസാണ് ഇത്. ഒരുപാട് വർഷം ഇവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒക്കെ ആയി ഇരുന്ന ഒരു കൊട്ടാരം കൂടിയാണ്. ആൻഡ് എനിക്ക് പേഴ്സണലി ഈ പാലസിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് കൂടി ഉണ്ട് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടർക്കിഷ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിലാണെങ്കിൽ ഓട്ടോമൻ എംപയറിൻ്റെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന ഒരു 15th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങളായിരുന്നു കേട്ടോ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ സീരീസ് കണ്ടപ്പോൾ മുതൽക്കാണ് എനിക്കെന്തോ വല്ലാത്തൊരു ക്രേസ്, എന്തെങ്കിലും ഈ പാലസൊക്കെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം എന്ന തോന്നലൊക്കെ ഉണ്ടായത് കേട്ടോ. അങ്ങനെ ഫൈനലി ഇന്ന് ആ ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. സോ അങ്ങനെ നമ്മൾ പാലസിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു 5-6 ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് പാലസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ. 1700 ടർക്കിഷ് ലീറ ആണ് ടിക്കറ്റ് കോസ്റ്റ്. അറൗണ്ട് 39 to 40 pounds പെർ ഹെഡ് വരും. സോ മാഗ്നിഫിഷ്യൻ സെഞ്ച്വറി എന്നാണ് ഞാൻ കണ്ടിരുന്ന ആ സീരീസിൻ്റെ പേര് കേട്ടോ. അതിലാണെങ്കിൽ ഈ ഒരു മെയിൻ എൻട്രൻസ് ഒരുപാട് തവണ അവർ കാണിക്കാറുണ്ട്. ടിക്കറ്റ് ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ഓഡിയോ ഗൈഡും കിട്ടുന്ന ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഹെഡ്ഫോണും കാര്യങ്ങളും തരും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കാനർ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതും കേട്ട് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടായിട്ട് കൂടി ഒരുപാട് ടൂറിസ്റ്റ് പാലസൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു സന്തോഷമായിരുന്നു. ആ സീരീസിൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഏട്ടനെയും മാളുവിനെയൊക്കെ ഞാൻ ഒരുപാട് നേരം വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ഓഡിയൻസ് ചേംബറാണ്. അതായത് പണ്ട് കാലത്ത് രാജാക്കന്മാർ മന്ത്രിമാരെയും അങ്ങനെ പ്രജകളെയും ഒക്കെ കാണുന്ന അല്ലെങ്കിൽ മീറ്റിങ്സൊക്കെ നടത്തുന്ന ഒരു റൂമായിട്ടാണ്. ഞാൻ ആ സീരീസ് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിൽ ഈ റൂമിൻ്റെ സെയിം റെപ്ലിക്കയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് പല സ്ഥലങ്ങളും കാണുമ്പോൾ നേരിട്ട് നമ്മൾ ടി വിയിൽ നിന്ന് അവിടെ ഇറങ്ങി ചെന്ന ഒരു ഫീലായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ചെന്നത് ഓരോ സെഞ്ച്വറീസിലും അവിടുത്തെ എംപറേഴ്സ് യൂസ് ചെയ്തിരുന്ന ക്ലോത്തിങ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആൻഡ് ഈ കണ്ണതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സുൽത്താനായ സുലൈമാൻ ദ മാഗ്നിഫിഷ്യൻറ്റ് എന്ന എംപറർ യൂസ് ചെയ്തിരുന്ന ഒരു കഫ്താൻ. ഈ കഫ്താൻസൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആണുങ്ങളൊക്കെ നല്ല വെൽ ബിൽറ്റ്, നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള ആളുകളായിരുന്നിട്ടുണ്ടാവണമെന്ന്. അതിനിടയ്ക്ക് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് കണ്ടു. അത് പക്ഷേ ഗ്ലാസ് സീലിംഗ് വെച്ച് അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മേളിൽ ഒരു ഫ്ലോർ കൂടി ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഇതുപോലെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ ഞങ്ങൾ കയറിയില്ല.
ഒന്നാമത്തത് ഞങ്ങൾ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറാനും ഇറങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലായിരുന്നു. അവിടുന്ന് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്പ്ലേയിൽ ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ, പിന്നെ കുറേ ജെം സ്റ്റോൺസ്, ഗോൾഡ് ഐറ്റംസ്, പിന്നെന്താ പറയുക, കൊട്ടാരത്തിലെ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന കുറേ ഡെക്കറേറ്റീവ് പീസസ്, അങ്ങനത്തെയൊക്കെയുള്ള സെക്ഷനായിരുന്നു. ശരിക്കും ഒരു അര ദിവസം ഒക്കെ ഫുള്ള് കറങ്ങാനുള്ളതുണ്ട് കേട്ടോ പാലസിൻ്റെ ഉള്ളിൽ. ഞാൻ പിന്നെ വളരെ കുറച്ച് ബിറ്റ്സാണ് എല്ലാത്തിൻ്റെയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി വീഡിയോ ആയിപ്പോകും. ഒരുപാട് ഫ്രഷസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഡിസ്പ്ലേയിൽ വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടു നടക്കാൻ ബോറടി ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയത് ഒരു ഓപ്പൺ ടെറസ് പോലത്തെ ഒരു ഏരിയയിലായിരുന്നു. അവിടെ നിന്നുള്ള ആ വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബോസ്ഫറസ് റിവറാണ് ഈ മുന്നിൽ കാണുന്നത്. പാലസിൻ്റെ എന്താ പറയുക, ടെറസുകളും അല്ലെങ്കിൽ ബാൽക്കണീസൊക്കെ ഓപ്പൺ ചെയ്യുന്നത് നേരെ ഈ കടലിലേക്കായിരുന്നു. ഈ കാണുന്നത് ഒരു ചെസ് ബോർഡാണ്. പല പല കളേഴ്സും ഷേപ്സിലൊക്കെ ഉള്ള വെറൈറ്റി ചെസ്മെൻ ഉണ്ട് അവിടെ ഡിസ്പ്ലേയിൽ. പണ്ട് കാലത്ത് സ്ത്രീകൾക്കായിട്ട് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു പാലസിൽ. ഹാരം എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ഒരുപാട് ഹിസ്റ്ററിയും ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ഈ ഹാരം എന്ന ഒരു കോൺസെപ്റ്റിന് പിന്നിൽ. സീരീസിൽ കണ്ട ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയാം. അതായത് ഓട്ടോമൻ രാജാക്കന്മാർ കല്യാണം കഴിക്കാൻ അലൗഡ് ആയിരുന്നില്ല അവർക്ക്. ഇൻസ്റ്റഡ് പല സ്ഥലങ്ങളിൽ നിന്നും വളരെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ത്രീകളെ ഇവർ മേ ബി യുദ്ധത്തിനൊക്കെ പോകുമ്പോഴോ അങ്ങനെയൊക്കെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവന്ന് ഇവരുടെ പാലസിൽ താമസിപ്പിക്കും സ്ലേവ്സ് ആയിട്ട്. പിന്നീട് ഈ സ്ത്രീകളിൽ നിന്ന് മക്കളുണ്ടാവുകയും ആൻഡ് അതിൽ നിന്നുള്ള ആൺമക്കളാണ് പിന്നീട് സക്സസർ ടു ദ ത്രോൺ ആവുന്നത്. ഇതാണ് ഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. മെയിൻ കിച്ചണിൽ നിന്നും ഫുഡ് ഉണ്ടാക്കി അത് ഈ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു പാസേജാണത്. വലിയ ട്രേകളിൽ ഫുഡ് തലയിൽ ഏറ്റിയിട്ടാണ് കൊണ്ടുപോകാറ്. അങ്ങനെ കൊണ്ടുപോകുന്ന ട്രേ ആണ് ഈ സൈഡിലെ വാളിലൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ ടർക്കിഷ് ബാത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അവർ വിളിക്കുന്നത് ഹമാം എന്നാണ്. ഈ ഹാരമിലുള്ള സ്ത്രീകളുടെ ഒരു ബാത്ത് ഹൗസാണ് ഈ കാണുന്നത്. ആക്ച്വലി ഇവിടെയൊന്നും ഇപ്പോഴും അവർ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ലോ ലൈറ്റാണ്. ഈ കാണുന്നതാണ് ക്വീൻ മദറിൻ്റെ ചേംബർ. ക്വീനിനെ വിളിച്ചിരുന്നത് വാലിദെ സുൽത്താൻ എന്നാണ്.
ഈ ഒരു പാസേജ് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ മെയിൻ സുൽത്താൻ്റെ ചേംബറിലേക്കാണ്. ആ സീരീസിൽ ഇതിന് ഗോൾഡൻ പാത്ത് വേ എന്നാണ് പറഞ്ഞു കണ്ടിരിക്കുന്നത്. ആൻഡ് മെയിൻ ചേംബറിലേക്ക് എത്തുന്നതിന് മുമ്പാണ് സുൽത്താൻ്റെ പ്രൈവറ്റ് ഹമാം. ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സീരീസ് പോയി കണ്ടു നോക്കൂ കേട്ടോ. അത്യാവശ്യം ഡ്രാമ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം അതൊരു TV സീരീസ് ആകുമ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക, കമേഴ്ഷ്യലൈസ് ചെയ്യുമല്ലോ. ആൻഡ് ഫൈനലി ഇതാണ് നമ്മുടെ സുൽത്താൻ്റെ പ്രൈവറ്റ് ചേംബർ. നമ്മുടെ വീട്ടിലെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ വിളിക്കുന്നത് പോലെ ആയിരിക്കാം. പ്രൈവറ്റ് ചേംബറിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നിടത്ത് ഇതുപോലെ ഒരു ഓപ്പൺ ടെറസ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ആൻഡ് നേരത്തെ ഹാറമിൻ്റെ കഥ പറഞ്ഞില്ലേ, അതിൽ സുൽത്താൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളവർക്ക് താമസിക്കാൻ സ്പെഷ്യൽ ചേംബേഴ്സൊക്കെ ഉണ്ട്. ആ റൂംസ് കണക്ട് ചെയ്യുന്നതും ഈ ഒരു കോർട്ട്യാർഡ് വഴിയാണ്. എത്ര പഴക്കമുള്ള ഒരു പാലസ് ആണിത് എന്നുള്ളത് നമുക്ക് ഈ ചുമരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. പക്ഷെ നന്നായി അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ ഇന്നും ഇതൊക്കെ പോയി കാണാൻ സാധിക്കുന്നത്, അല്ലേ? ഈ കാണുന്നതാണ് ക്വീൻ മദറിൻ്റെ പ്രൈവറ്റ് കോർട്ട്യാർഡ്. അങ്ങനെ പാലസൊക്കെ കറങ്ങി നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പാലസിന് തൊട്ടടുത്തുള്ള 7 ഹിൽസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു ആൻഡ് നല്ല ആംബിയൻസും ആയിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഹഗിയ സോഫിയ മോസ്കും കാണാം, അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്മളിപ്പോൾ പോയ തൊപ്കാപ്പി പാലസും കാണാം, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബ്ലൂ മോസ്കും കാണാൻ പറ്റും. ആൻഡ് ഇതിനൊക്കെ പുറമെ മറ്റൊരു സൈഡിൽ നമുക്ക് സീ വ്യൂ കൂടിയുണ്ട്. ഞാൻ ഇന്നും ഓർഡർ ചെയ്തത് ഒരു സൂപ്പാണ്. പിന്നെ ആസ് യൂഷ്വൽ അവർ ഒരു ബാസ്ക്കറ്റ് ബ്രെഡ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രോൺ സ്റ്റാർട്ടറാണ്. ഇത് ഒരു ഗ്രിൽഡ് ചിക്കൻ ഡിഷ്. ബ്രെഡ് ആണെങ്കിൽ കഴിയുമ്പോൾ അവർ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടർക്കിഷ് ടീ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ലാസ്റ്റിൽ 3 ടർക്കിഷ് ടീ കൂടി ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നേരം അത്യാവശ്യം ഇരുട്ടായി. ബട്ട് ആ സമയത്ത് ആ സുൽത്താൻ അഹമ്മദ് സ്ക്വയറിലെ ഒരു വ്യൂ, ആ ബ്ലൂ മോസ്കിലുള്ള ലൈറ്റിങ്സ്, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. ഈ കാണുന്നത് ഞാൻ തന്നെയാണ്. കാലാവസ്ഥ കാരണം ഇങ്ങനെയൊക്കെ ആവേണ്ടി വന്നു. നല്ല തണുപ്പും മഴയും. അവിടുന്ന് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് ചെന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.